നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്കൂളിന്റെ ഒരു മാസത്തെ റിപ്പോർട്ടാണ്. അതെ, DHRSS കണ്ടനകം സ്കൂളിലെ 2025 ജൂൺ മാസത്തെ റിപ്പോർട്ട്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ റിപ്പോർട്ടായി തോന്നാം. പക്ഷേ ഒരു മാസത്തെ കുറച്ചു പേജുകളിലൂടെ ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ കഥ നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാമെന്ന് നോക്കാം. അപ്പോ ഒരു സ്കൂൾ റിപ്പോർട്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? കുറേ നമ്പറുകൾ, ഡേറ്റുകൾ, അല്ലേ? ബോറിംഗ് ആയിട്ടുള്ള എന്തോ ഒന്ന്. പക്ഷെ ശരിക്കും അതിനകത്ത് എന്തൊക്കെയായിരിക്കും ഒളിഞ്ഞിരിപ്പുണ്ടാവുക? ചിലപ്പോ ഒരുപാട് ആവേശവും വെല്ലുവിളികളും പിന്നെ വിജയങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു ലോകം തന്നെ അതിലുണ്ടാവും. ശരി, നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഏതൊരു അധ്യയന വർഷവും തുടങ്ങുന്നത് ഒരു ഫ്രഷ് എനർജിയിലാണ്, പുതിയ പ്രതീക്ഷകളാണ്. DHRSS സ്കൂളിനെ സംബന്ധിച്ച് ജൂൺ മാസം എന്ന് പറയുന്നത് ആ ഒരു ആവേശത്തിന്റെ മാസമായിരുന്നു. പുതിയ കുട്ടികൾ വരുന്നു, പുതിയ സ്വപ്നങ്ങൾ മുളപൊട്ടുന്നു. ഈ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. എല്ലാം തുടങ്ങുന്നത് ജൂൺ 2 നടന്ന പ്രവേശനോത്സവത്തോടെയാണ്. പുതിയ വർഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പ്ലാനുകളുമൊക്കെ പ്രിൻസിപ്പൽ പങ്കുവെക്കുന്നു. കുട്ടികളാണെങ്കിൽ അവരുടെ കലാപരിപാടികളുമായിട്ട് ആദ്യത്തെ ദിവസം തന്നെ അങ്ങ് കളറാക്കുന്നു. ഇതൊരു വെറും തുടക്കമല്ല, ഒരു വർഷത്തേക്ക് മുഴുവൻ വേണ്ട ഊർജം ഒന്നിച്ച് സംഭരിക്കുന്ന ഒരു ഒത്തുചേരലാണ്. ഈ ആഘോഷങ്ങൾക്കിടയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. +1 അഡ്മിഷൻ. അതൊരിക്കലും ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒന്നല്ല, അല്ലേ? ജൂൺ 3 തുടങ്ങി പല അലോട്ട്മെന്റ് ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ജൂൺ 17 ആയപ്പോഴാണ് ആദ്യഘട്ട പ്രവേശനം പൂർത്തിയാവുന്നത്. ഓരോ ഘട്ടവും എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ കൈകാര്യം ചെയ്തതെന്ന് ഈ ടൈം ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോ ഈയൊരു വലിയ പ്രോസസ്സിന്റെ അവസാനം എന്തായെന്ന് നോക്കൂ. ആകെ 159 കുട്ടികള്. ഏകജാലകം വഴി, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ്, സ്പോർട്സ് കോട്ട എന്നിങ്ങനെ പല വഴികളിലൂടെയാണ് ഈ കുട്ടികളെല്ലാം സ്കൂളിലേക്കെത്തിയത്. ഈ കണക്കുകൾ ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പലതരം ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുള്ള ഒരു മിക്സ്ഡ് സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ രൂപപ്പെടുന്നത് എന്നാണ്. ഈ പുതിയ തുടക്കങ്ങൾക്കെല്ലാം ഒരു മനോഹരമായ ക്ലൈമാക്സ് ആയിരുന്നു വരവേൽപ്പ് 2025. ഇതൊരു വെറും സ്വാഗതം ചെയ്യൽ പരിപാടി എന്ന് പറയാൻ പറ്റില്ല. പുതിയ കുട്ടികളെയും അവരുടെ പേരൻസിനെയും സ്കൂളിന്റെ ഒരു ഭാഗമാക്കി മാറ്റുന്ന, വരും വർഷത്തേക്കുള്ള ഒരു റോഡ് മാപ്പൊക്കെ കൊടുക്കുന്ന ഒരു ഗംഭീര ഒത്തുചേരലായിരുന്നു അത്. ഏതൊരു സ്കൂളിന്റെയും മെയിൻ ഫോക്കസ് അക്കാദമിക്സ് തന്നെയാണല്ലോ. പക്ഷെ വിജയിക്കുന്നവരെ മാത്രം നോക്കിയാൽ മതിയോ? അല്ല. പിന്നോട്ട് പോകുന്നവരെ എങ്ങനെയാണ് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നതിലാണ് ഒരു സ്ഥാപനത്തിന്റെ യഥാർത്ഥ കഴിവ്. ഈ റിപ്പോർട്ടിൽ അതിന് വളരെ നല്ലൊരുദാഹരണമുണ്ട്. അങ്ങനെ +1 റിസൾട്ട് വന്നു. വിജയശതമാനം എത്രയാണെന്നോ? 71. കൊള്ളാം, നല്ലൊരു നമ്പര് തന്നെ. പക്ഷെ സ്കൂൾ അധികൃതർ നോക്കിയത് ആ ജയിച്ചവരുടെ കണക്കിലേക്ക് മാത്രമല്ല. അവരുടെ ശ്രദ്ധ നേരെ പോയത് തോറ്റുപോയ 48 കുട്ടികളിലേക്കാണ്. ആ സംഖ്യ ഒരു വെല്ലുവിളിയായി കണ്ടതിനൊപ്പം തന്നെ അതൊരു ഉത്തരവാദിത്തം കൂടിയായി അവർ ഏറ്റെടുത്തു. ഇനി ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം അവരെങ്ങനെയാണ് ആ വെല്ലുവിളിയെ നേരിട്ടത് എന്നതാണ്. വെറുതെ ഒരു മീറ്റിംഗ് വിളിച്ച് വിഷമം പറഞ്ഞു പിരിയുകയല്ല ചെയ്തത്. ആദ്യം റിസൾട്ട് ഡീറ്റെയിലായിട്ട് അനാലിസിസ് ചെയ്തു. പിന്നെ ഓരോ രക്ഷിതാവിനെയും പേഴ്സണലായി കണ്ട് സംസാരിച്ചു. ഒടുവിൽ ആ കുട്ടികൾക്ക് വേണ്ടി ഈവനിങ്ങിൽ സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസുകളും തുടങ്ങി. ഇതൊരു കൃത്യമായ ആക്ഷൻ പ്ലാനാണ്, പ്രശ്നത്തെ അതിന്റെ റൂട്ടിൽ പോയി പരിഹരിക്കാനുള്ളൊരു ശ്രമം. സഹായം വേണ്ടവരെ ചേർത്തുപിടിക്കുന്നതിനൊപ്പം തന്നെ മികച്ച വിജയം നേടുന്നവരെ ആഘോഷിക്കാനും സ്കൂള് ഒട്ടും മറന്നില്ല. ഈ സ്കൂളിലെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി ഫാത്തിമത്ത് മുഹ്സിന നീറ്റ് പരീക്ഷയിൽ നേടിയ ആ ഉജ്ജ്വല വിജയം അവർക്ക് എത്രത്തോളം അഭിമാനമാണെന്ന് ഈ ആദരിക്കൽ ചടങ്ങിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ പരം വലിയൊരു ഇൻസ്പിരേഷൻ വേറെ കിട്ടാനില്ല. ഈ റിപ്പോർട്ടിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന ഒരു പേരുണ്ട്: കൂടെയുണ്ട് കരുത്തേകാൻ. ഇതൊരു വെറും പേരല്ല കേട്ടോ. പഠിത്തത്തിനപ്പുറം കുട്ടികളുടെ മൊത്തത്തിലുള്ള വെൽഫെയറിനു വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയുടെ പേരാണിത്. ഒറ്റ മാസം കൊണ്ടവർ കവർ ചെയ്ത വിഷയങ്ങൾ നോക്കിക്കേ. നിയമബോധവൽക്കരണം, വെഹിക്കിൾ സേഫ്റ്റി, ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. മറുവശത്ത് മെന്റൽ ഹെൽത്ത്, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ള വിഷയങ്ങൾ. ഇതൊന്നും വെറും ക്ലാസുകളല്ല, ജീവിതത്തിലേക്ക് കുട്ടികളെ തയ്യാറെടുപ്പിക്കുകയാണ്. ക്ലാസ് റൂമുകൾക്കും ബോധവൽക്കരണ പരിപാടികൾക്കും അപ്പുറം ഒരു സ്കൂൾ ക്യാമ്പസ് ശരിക്കും ലൈവ് ആകുന്നത് അവിടെ നടക്കുന്ന ആഘോഷങ്ങളിലും ദിനാചരണങ്ങളിലുമൊക്കെയാണ്. ജൂൺ മാസം അങ്ങനെയുള്ള ദിവസങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ ദിനാചരണങ്ങളുമൊന്നും വെറുതെ ഒരു ചടങ്ങിനു വേണ്ടി നടത്തുന്നതായിരുന്നില്ല. പരിസ്ഥിതി ദിനത്തിൽ കൽപ്പകം 2025 എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ഒരു തെങ്ങിൻതൈ നട്ടുകൊണ്ട് അവർ പ്രകൃതിയുമായുള്ള ബന്ധം ഒന്നുകൂടി ഉറപ്പിച്ചു.
പിന്നീട് വായനാദിനം വന്നപ്പോൾ പുസ്തകങ്ങളെക്കുറിച്ചും വായനാനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് അവരൊരുമിച്ച് അറിവിന്റെ ലോകം ആഘോഷിച്ചു. അവിടെ നിന്നും നേരെ ഫോക്കസ് പോയത് ശാരീരിക മാനസിക ആരോഗ്യത്തിലേക്കാണ്. യോഗാ ദിനത്തിൽ NSSന്റെ നേതൃത്വത്തിൽ നടന്ന ട്രെയിനിംഗ് അതിന്റെ ഭാഗമായിരുന്നു. അവസാനം മാസത്തിന്റെ തുടക്കത്തിൽ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്ത ആ ലഹരിവിരുദ്ധ സന്ദേശം ഒരു ഫ്ലാഷ് മോബിന്റെ രൂപത്തിൽ അവർ ക്യാമ്പസിന് പുറത്ത് സമൂഹത്തിലേക്കെത്തിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഓരോ ദിനാചരണവും മറ്റൊന്നിന് ശക്തി കൊടുക്കുന്ന രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ഒപ്പം തന്നെ ഒരു സ്ഥാപനമെന്ന നിലയിൽ സ്കൂളും വളരുകയാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഈ വളർച്ചയുടെ അടയാളങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാമായിരുന്നു. ഈ വളർച്ച നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നതായിരുന്നു. ഒരു വശത്ത് പുതിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നു, ക്ലാസുകളിലേക്ക് പുതിയ ഡെസ്കും ബെഞ്ചുമൊക്കെ എത്തുന്നു, സ്കൂളിലേക്കുള്ള റോഡ് നന്നാക്കുന്നു, അതോടൊപ്പം തന്നെ പുതിയ അധ്യാപകർ ടീമിന്റെ ഭാഗമാവുന്നു. ഇതെല്ലാം നല്ലൊരു പഠനാന്തരീക്ഷം ഒരുക്കാനുള്ള ഓരോ ചവിട്ടുപടികളാണ്, അല്ലേ? ക്യാമ്പസിനകത്ത് ഇത്രയും തിരക്കുകൾ നടക്കുമ്പോൾ പുറത്തും കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഭരണപരമായ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കാനായി പ്രിൻസിപ്പൽ ഒരു ഫയൽ അദാലത്തിൽ പങ്കെടുത്തു. സ്കൂളിന്റെ സ്മൂത്തായ നടത്തിപ്പിന് ഇത്ര മണിയറയിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ തിരക്കുപിടിച്ച മാസത്തെക്കുറിച്ച് പ്രിൻസിപ്പലിന്റെ തന്നെ വാക്കുകളോടെ നമുക്ക് നിർത്താം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തു, ഇനിയുമുണ്ട് ഒരുപാട് ചെയ്യാനെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിറയെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഏതൊരു സ്ഥാപനത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു മാസത്തെ റിപ്പോർട്ടിലൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ എന്താണ് കണ്ടത്? അഡ്മിഷൻ, പരീക്ഷാഫലം, ബോധവൽക്കരണ ക്ലാസുകൾ, ദിനാചരണങ്ങൾ, കെട്ടിടം പണി. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യത്തിലേക്ക് തന്നെ തിരികെ വരാം. വിദ്യാഭ്യാസം എന്നത് 4 ചുവരുകൾക്കുള്ളിൽ ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? ഈ റിപ്പോർട്ട് തരുന്ന ഉത്തരം വളരെ വ്യക്തമാണ്, അല്ല എന്ന്. നിങ്ങൾക്കെന്ത് തോന്നുന്നു?